ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഭയങ്കര ബിസിയുള്ളൊരു ദിവസമാണ് കേട്ടോ. നമ്മുടെ പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയി. അപ്പോൾ ഞാനിവിടെ സൂംബ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും പാർട്ടി വേണമെന്നും പറഞ്ഞിട്ട് ഒരു ഫുഡ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുസ്ലിംസ് മാത്രം ഫുഡ് ഉണ്ടാക്കിയിട്ട് ചെല്ലണം, അങ്ങനെയാണ് പരിപാടി. നമ്മളാണ് കേട്ടോ കൂടുതലും, ഒരു 7-8 പേര് ഞങ്ങളുണ്ട്. എന്നാലും സ്ഥിരമായിട്ട് വരുന്നത് ഞങ്ങളൊരു 5-6 പേരാണുള്ളത്. അപ്പോൾ അതിൽ തന്നെ 2 പേര് മിസ്സിങ് ആയിരുന്നു. ഒരാൾക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരാൾ പനിയായിട്ടൊക്കെ ആയിട്ട് അവർ വന്നിട്ടില്ല. അപ്പോൾ രാവിലെ 7:30 to 9 മണി ആ ഒരു സമയത്താണ് നമുക്കവിടെ പാർട്ടി ഉണ്ടാവുക. നമ്മളൊരു ബാഡ്മിൻ്റൺ അക്കാഡമിയുടെ അകത്താണ് കേട്ടോ സൂംബ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ എല്ലാവർക്കും മന്തിയോ ബിരിയാണിയോ എന്തെങ്കിലും വേണം. കാരണം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള കൂടുതൽ പേരും സൂബയിലുള്ളവരാണ്. അപ്പോൾ അവർ ആ മന്തി കണ്ടിട്ട് ആണ് അവർക്ക് മന്തി വേണം എന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. അപ്പോൾ ഞാൻ ചോദിച്ചു, രാവിലെ തന്നെ മന്തി കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കൊരു കുഴപ്പമില്ല കേട്ടോ, പ്രശ്നമില്ല, ഞങ്ങൾ കഴിച്ചോളാം, മന്തി മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ മക്ലൂബ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് വെജിറ്റേറിയൻസും ഉണ്ട്, അപ്പോൾ മക്ലൂബയിൽ വെജിറ്റബിൾസും ഉണ്ടല്ലോ. അവരുദ്ദേശിക്കുന്നത് അവർക്ക് റൈസ് ഐറ്റംസ് എന്തെങ്കിലും വേണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ കഴിച്ചോളാം എന്നൊക്കെയാട്ടോ അവർ പറഞ്ഞത്. എന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ല, മക്ലൂബ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ടാസ്ക് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ 8 മണിയാകുമ്പോൾ നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കി അവിടെ എത്തണമല്ലോ. മക്കളെ 2 പേരെ സ്കൂളിൽ വിടുകയും ചെയ്യണം. ഇവിടെ ഇല്ല, ഹാസിമിനെയും സൂംബക്കൂമ കൊണ്ടുപോകണം. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ നല്ല ടാസ്ക്കാണ്. ഇത് വർക്കൗട്ട് ആവോ ഇല്ലേന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കാരണം എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യണമല്ലോ. പിന്നെ 2-3 പേർക്ക് ചായ വേണമെന്നും പറഞ്ഞിരുന്നിട്ട്. കാരണം ഞാനൊരു ടീ ലവറാണ്, ഞാനെപ്പോഴും ചായ കുടിക്കുമ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ചായയും കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തത് മക്ലൂബയും കോൾഡ് സാലഡും പിന്നെ ടീയുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം ഒരു 20 പേര് ഉണ്ടാവും. 2-3 വെജിറ്റേറിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ കോൾഡ് സാലഡ് വെജിറ്റബിളിൻ്റെയും പിന്നെ ചിക്കൻ ഇട്ടിട്ടുള്ളതും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ കോൾഡ് സാലഡിന് വേണ്ടിയിട്ട് ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ ചിക്കൻ വേണം, പിന്നെ ആപ്പിൾ, ഇത്രയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. പിന്നെ അതിലേക്കൊരു ഡ്രസ്സിങ്ങും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്യുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ രാവിലെ. അപ്പോൾ അതിനുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ രാത്രി ചെയ്തു വെച്ചു. ചിക്കൻ ഇടാനുള്ളത് സെപ്പറേറ്റും അല്ലാത്തത് വേറെയും അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മക്ലൂബയ്ക്ക് ആദ്യം വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ പൊട്ടറ്റോ, ഒരു ക്യാപ്സിക്കം, പിന്നെ ഒരു വലിയ ബ്രിഞ്ചാൾ. അപ്പോൾ ഇതെല്ലാം ഒന്ന് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കോൾഡ് സാലഡിലേക്ക് കുറച്ച് ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ ഈവനിങ് ആയപ്പോൾ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബ്രസ്റ്റ് പീസ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഈ ഒരു വെജിറ്റബിൾസ് ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയിലിട്ട് തന്നെ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നോർമൽ മസാല കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കുറച്ച് വിനീഗറൊക്കെ ആഡ് ചെയ്തിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കോൾഡ് സാലഡിലേക്ക് വേണ്ട ഡ്രസ്സിങ് ആണ് കേട്ടോ. ഇതിലേക്ക് കൂടുതലായിട്ട് വേണ്ടത് നമ്മളെ തൈരാണ് കേട്ടോ. അപ്പോൾ തൈരിൽ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് അതൊരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കൂടുതലുള്ള വെള്ളമൊക്കെ താഴേക്ക് ഇറങ്ങി നല്ല സെറ്റായി നല്ല തിക്കായിട്ട് വരും. നമ്മൾ തിക്കായിട്ടുള്ള കേട് വാങ്ങിയാലും അതിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻറ്റ് കളയാനായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വാട്ടറി ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് തൈര് വെക്കുക. എന്നിട്ട് അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് അതിലേക്ക് തഹീനി സോസാണ് കേട്ടോ. അത് നാട്ടിൽ ഒക്കെ അവൈലബിൾ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുലുവിൽ എന്തായാലും കിട്ടും, ബാക്കി ഷോപ്പുകളിൽ അറിയില്ല കേട്ടോ. എന്തായാലും ഇവിടെ എല്ലാ ഷോപ്പുകളിലും കാണാറുണ്ട്, അറബികളൊക്കെ കൂടുതലും യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അത് തഹീനി സോസ് ഞാൻ കുറച്ച് ദിവസം മുമ്പും കോൾഡ് സാലഡ് ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ വാങ്ങി വെച്ചതാണ്. ഒരു കുപ്പി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാമല്ലോ. പിന്നെ അതിലേക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്.
പിന്നെ ഹണി, കെച്ചപ്പ്, മയണൈസ്, സോൾട്ട്, ഷുഗർ ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ആ സോസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിലെല്ലാം ബാലൻസ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ഷുഗർ ആണെങ്കിലും സോൾട്ട് കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. തഹിനി സോസിൻ്റെ ടേസ്റ്റ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഡ്രസ്സിങ് നല്ല പെർഫെക്റ്റ് ആയതിനു ശേഷം നമ്മളുടെ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വെജീസ് ഉള്ളൂ, അത് വെജിറ്റേറിയൻസിനാണ് കേട്ടോ. അപ്പോൾ ഈ വലിയ ബൗളിലുള്ളത് ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാക്കി ഡ്രസ്സിങ് ആ ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഞാൻ ഒന്നും കൂടി ചെറിയ പീസായിട്ട് കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കോൾഡ് സാലഡാണ്, അപ്പോൾ നമുക്ക് തണുപ്പിച്ച് കഴിക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ സാലഡ്. ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോ. തഹിനി സോസ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതും കൂടി ഉണ്ടെങ്കിലാണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ്. അപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ ലുലുവിലൊന്ന് ചെക്ക് ചെയ്തോ, എന്തായാലും കിട്ടാതിരിക്കില്ല. അങ്ങനെ 2 കോൾഡ് സാലഡും റെഡി ആയിട്ടുണ്ട്. മക്ലൂബയുടെ വെജിറ്റബിൾസും അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് ചിക്കൻ മസാല ആഡ് ചെയ്തതിന് ശേഷം അതും ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടാണ് റൈസ് ആക്കിയിട്ടാ. എന്നിട്ട് രാവിലെയാണ് ഞാനത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചിക്കനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലയൊക്കെ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് മുഴുവൻ കുരുമുളക്, ചെറിയ ജീരകം, നമ്മളുടെ മല്ലി ഉണ്ടല്ലോ, മുഴുവൻ മല്ലി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരയ്ക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഡ്രൈഡ് ലെമൺ ഉണ്ടല്ലോ, അത് വലിയ പീസായതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ച് കിട്ടും. പിന്നെ ഇതിലേക്ക് ഗരം മസാല, കളറിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ കളർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് സാഫ്രോൺ ആവശ്യമുണ്ട്. പിന്നെ ഒരു 1/2 കപ്പോളം ഓയിലിൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കരുത് കേട്ടോ. ഓയിൽ ഒരു 1/2 കപ്പോളം തന്നെ വേണ്ട വരും. ഞാനൊരു 2.5 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തേക്കുന്നത്. പിന്നെ പട്ടയും ഗ്രാമ്പും ഒക്കെ ആണെങ്കിലും ചെറിയ 2 പീസ്, ഗ്രാമ്പു ആണെങ്കിലും 4-5 ഒക്കെ മതിയാവും. കുരുമുളക് ഒരു 2 ടേബിൾ സ്പൂൺ, അതേപോലെ മുഴുവൻ മല്ലി, ചെറിയ ജീരകമൊക്കെ 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ആണ് ഈ ഒരു 2.5 കിലോ ചിക്കന് വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ അത് നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാലോ മസാല കുറവുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതനുസരിച്ച് മസാല കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല കളർ വേണമെങ്കിൽ നമ്മുടെ ഫുഡ് കളർ ആഡ് ചെയ്യാം, ഓപ്ഷണലാണ്. അപ്പോൾ അത് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കാശ്മീരി ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ചിക്കൻ കുറച്ച് വലിയ പീസായിട്ട് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ആളുകൾ കുറച്ച് കൂടുതലുണ്ടല്ലോ, 20 പേരൊക്കെ ഉള്ളതുകൊണ്ടാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിയത്. സ്കിന്നോട് കൂടി തന്നെ വാങ്ങണം കേട്ടോ. ഒരു ചിക്കൻ ആണെങ്കിൽ ഒരു 7-8 പീസ് ആയിട്ട് മാത്രം കട്ട് ചെയ്തിട്ട് വിത്ത് സ്കിൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ഫാമിലിക്കൊക്കെ എന്തായാലും സെറ്റാവും. അങ്ങനെ രാവിലെ ഒരു 3:45 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ രാത്രി കിടന്നത്. പിന്നെ ഓയിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാൻ കാരണം ആ ഒരു ഓയിൽ നമുക്ക് റൈസിലേക്കും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ട് റൈസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ആ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ ഡ്രൈഡ് ലെമണും മാഗി ക്യൂബ്, കുരുമുളകും ചെറിയ ജീരകവും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഞാനൊരു 1.5 കിലോ റൈസാണ് കേട്ടോ എടുക്കുന്നത്. 5-5.5 ഗ്ലാസോളം അരി എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കും ഇത് തന്നെയാണ് കേട്ടോ കൊടുത്തേക്കാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി തിരിച്ച് വന്നിട്ടൊരു ലഞ്ച് ഉണ്ടാക്കല പരിപാടി നടക്കില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു ബൗളിലേക്കും വീട്ടിലേക്ക് വെക്കാനായിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ 2 എണ്ണത്തിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. മക്ലൂബ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രോസസ്സിങ് ആയിട്ടൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ തോന്നും. പക്ഷേ ഞാൻ ഉണ്ടാക്കി ഇപ്പോൾ എനിക്ക് നോർമൽ ഒരു റൈസായിട്ടാണ്. കാരണം ഭയങ്കര സിമ്പിളാണ്. ഇത് 3ഉം ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യുന്ന ആ ഒരു പാടേ ഉള്ളൂ. പിന്നെ ടൈം പോകുന്നത് വെജിറ്റബിൾ ഫ്രൈ ചെയ്യുമ്പോൾ മാത്രമാണ് കേട്ടോ. ബാക്കി ഒന്നിനും ടൈമില്ല. ഭയങ്കര ഈസിയാണ്. മന്തിയൊക്കെ പോലെ തന്നെ മന്തിയുടെയോ ബിരിയാണിയുടെയോ ഒന്നും ടേസ്റ്റ് അല്ല കേട്ടോ. അത് കഴിച്ച് തന്നെ അറിയണം, അത്ര അടിപൊളി ടേസ്റ്റാണ്. ഭയങ്കര ഫ്ലേവർഫുള്ളാണ് കേട്ടോ ഈ റൈസ്. ചെന്നിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബാക്കി ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചൊരു റൈസ് ഉണ്ടായിരുന്നതും അവർ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് 2 പേര്. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. അപ്പോൾ അത് തന്നെയാണല്ലോ നമുക്ക് ഭയങ്കര ഹാപ്പി. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
രാവിലെ ആയതുകൊണ്ട് തന്നെ റൈസ് കഴിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായി. പക്ഷേ അതൊക്കെ വെറുതെ ആയിരുന്നിട്ട് എല്ലാവരും അൽഹംദുലില്ലാ നന്നായിട്ട് കഴിച്ചു. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിച്ച് അത് ബാക്കിയില്ലാതെ എല്ലാവരും പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകണ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതിലേക്ക് 2 ഗാർലിക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ അരിയൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഇട്ട് എടുക്കുന്നത്. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഇട്ട് ആഡ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ സെല്ല റൈസും എടുക്കാം. ഞാൻ സോക്കൊന്നും ചെയ്ത് വെച്ചിട്ടില്ല, ജസ്റ്റ് കഴുകി ഒന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ കെറ്റിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൈസും ഒരു 1.5 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ബസ്മതി റൈസൊക്കെ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് റൈസിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല. മന്തിക്കാണെങ്കിൽ എപ്പോഴും സെല്ല ബസ്മതി റൈസ് ഉണ്ടല്ലോ, അതാണ് എപ്പോഴും നല്ലത്. സെല്ല ബസ്മതി റൈസ് ആണെങ്കിൽ ഒരു മണിക്കൂറോളമൊക്കെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. നോർമൽ ബസ്മതി റൈസ്, അത് ഇന്ത്യ ഗേറ്റ് അല്ലെങ്കിൽ ടിൽഡ അതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ സിനാര, അതൊക്കെയാണ് ബെസ്റ്റ് ബസ്മതി റൈസുകൾ ഇവിടെ ഗൾഫിൽ കിട്ടുന്നത്. അപ്പോൾ ക്വാളിറ്റി ഉള്ള റൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ മന്തിയും മക്ലൂബയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. ഇതിലേക്ക് ഡ്രൈഡ് ലെമൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മുഴുവൻ മല്ലിയും വറുക്കുമ്പോൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് ഒരുപാട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ചില സമയങ്ങളിൽ ഞാൻ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കൂടി പോകാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു മല്ലി കൂടുതൽ കടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. ചിക്കൻ വേവിച്ച ഓയിലിലേക്ക് നമ്മൾ ഡ്രൈഡ് ലെമണും പട്ടയും കുരുമുളക് പിന്നെ ഏലക്ക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കുറച്ച് ഗാർലിക്കൊക്കെ ഇട്ട് വഴറ്റി അതിലേക്ക് റൈസ് ഇട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളങ്ങനെ റൈസ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കിടന്നത് ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ ഉറക്കക്ഷീണം അത്യാവശ്യം നന്നായിട്ടുണ്ട്. തിരിച്ച് വന്നിട്ട് ഉറങ്ങാലോ എന്നുള്ളൊരു സമാധാനത്തിൽ അങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രൈ ചെയ്ത വെജിറ്റബിളും ചിക്കനും റൈസും കൂടി നമ്മൾ ലെയർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ബൗളിലാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഒന്ന് നമുക്ക് ലഞ്ചിനും പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും, ഒന്ന് എനിക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് ഒരു ചെറിയ ബൗളാണ് ഇട്ട് എടുക്കുന്നത്. നമുക്ക് ഉച്ചക്കത്തേക്ക് മാത്രം മതിയല്ലോ. അപ്പോൾ പൊട്ടറ്റോ ആണ് ഹംദാന് ഭയങ്കര ഇഷ്ടം. ഈ ബ്രിഞ്ചാളോ ടൊമാറ്റോ ഒന്നും കഴിക്കില്ല കേട്ടോ. ഹാറൂൻ ഇതൊന്നും കഴിക്കില്ല, ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ പൊട്ടറ്റോ കുറച്ച് കൂടുതൽ അവന് വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടൊമാറ്റോയും ഞാൻ ചില സമയങ്ങളിൽ പ്ലെയിനായിട്ട് തന്നെ വെക്കാറ്, ഫ്രൈ ചെയ്യാറൊന്നുമില്ല. പക്ഷെ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടാണ് ആ ഒരു പച്ച ചുവ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിള്ളേർക്കുള്ളത് ഞാനൊന്ന് ഒരു ബൗളിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് സെറ്റാക്കി വെച്ചതിന് ശേഷം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു യെല്ലോ ബൗളിലാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ബാക്കിയുള്ള വെജീസൊക്കെ താഴെ ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ റൈസ് ആയിട്ടില്ല കേട്ടോ, ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുള്ളൂ. ഇത് രണ്ടും പിന്നെ തലേദിവസം ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇതിങ്ങനെ 3ആയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മുകളിലൊന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ ഫ്ലേവർ വരുന്നത്. സ്മോക്കിങ് ഇതിന് നിർബന്ധമാണ്. സാലഡും നമ്മുടെ സെറ്റായിട്ടുണ്ടല്ലോ. ഇനി വേണ്ടത് ചായയാണ് കേട്ടോ. ചായ കുട്ടികളെ വിട്ടിട്ട് അതിന് ശേഷം ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അവരൊരു 6:30 ആകുമ്പോൾ ഇറങ്ങുമല്ലോ. അപ്പോൾ അതിന് ശേഷം ചായ വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കണേ. ശരിക്കും ചിക്കൻ കുറച്ചും കൂടി വലിയ പീസായിട്ടാണ് കേട്ടോ കാണാനൊക്കെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ പീസായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിയത്. അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും തികയില്ലല്ലോ. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ പീസൊക്കെ വെച്ചിട്ട് മന്തി കഴിക്കാനുള്ള മൂടൊന്നും ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ പീസുകളാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാനും അതൊരു സൗകര്യമാവും. അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ കരി ഉണ്ടല്ലോ അത് നന്നായിട്ട് കത്തിച്ചതിന് ശേഷം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്മോക്ക് ചെയ്ത് അതിലേക്ക് ഓയിലൊഴിച്ച് സ്മോക്ക് വന്നു കഴിയുമ്പോൾ നന്നായിട്ട് കവർ ചെയ്യണം. ഒട്ടും സ്മോക്ക് പുറത്തേക്ക് പോകാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് നന്നായിട്ട് ആവിയേറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ചോറ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ 2 ബൗളിലേക്കും റൈസ് ഇട്ട് കൊടുത്തിട്ട്, ഞങ്ങളുടെ റൈസൊന്നും സ്മോക്ക് ചെയ്തെടുക്കുന്നില്ല കേട്ടോ, ഞങ്ങൾക്ക് കഴിക്കാനല്ലേ, നിൽക്കായൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനെപ്പോഴും പോയി കഴിഞ്ഞാൽ എല്ലാം തട്ടിക്കൂട്ടാണ് കേട്ടോ. പകുതി കാര്യങ്ങളേ ചെയ്യുള്ളൂ. പിള്ളേർക്ക് അതൊന്നും നിർബന്ധമുള്ള കാര്യമല്ലല്ലോ, അവർ അല്ലാതെ ആണെങ്കിൽ കഴിച്ചോളും. അപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ട്
അതേ ഡ്രസ്സിലാണ് കേട്ടോ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിസ്കാരം നടക്കുന്നുണ്ട്, പിന്നെ കുട്ടികളെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. പല പല കാര്യങ്ങൾ അപ്പുറത്ത് നടക്കുന്നുണ്ട് കേട്ടോ. ഇത് അങ്ങനെ സ്മോക്ക് ചെയ്യാനുള്ള സംഭവം കൂടി വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ തന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് കമിഴ്ത്തിയിട്ട് വേണിട്ട് സെർവ് ചെയ്യാനായിട്ട്. ഒരു പലസ്തീൻ ഡിഷാണ് കേട്ടോ മക്ലൂബ. നമ്മൾ ഇത്രയും നാൾ കഴിച്ചേക്കുന്ന റൈസുകളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ സംഭവത്തിന്. അതിനെ നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ലഞ്ച് ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ പോണ സമയത്ത് കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ച് ബോക്സിലേക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്നാക്സ് അത്യാവശ്യം വീട്ടിലുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സംഭവങ്ങൾ ഓരോരുത്തരുടെ ലഞ്ച് ബോക്സിലേക്ക് ആക്കുകയാണ് കേട്ടോ. ഈ ഒരു സംഭവം ഹംദാൻ ഇഷ്ടമല്ല, ഹാറൂൻ കഴിക്കും. ഹംദാൻ അച്ചപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഹംദാൻ അതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുറുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് രണ്ടുപേർക്കും അങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മെയിൻ ഫുഡായിട്ട് മക്ലൂബയാണല്ലോ, അപ്പോൾ അതും ഒന്ന് പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ചട്നി എന്തെങ്കിലും ആക്കണമെന്ന് വിചാരിച്ചിരുന്നു. ടൊമാറ്റോ ചട്നിയാണ് കേട്ടോ അതിന് ഏറ്റവും മാച്ചായിട്ടുള്ളത്. പക്ഷേ അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല. അങ്ങനെ പിള്ളേരുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവർക്കിപ്പോൾ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് കോൺഫ്ലെക്സും ചോക്കോസും ഒക്കെ വാങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവർക്ക് രാവിലെ പാലും കോൺഫ്ലെക്സും ആണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. 3 പേർക്കും ഇഷ്ടമാണ്. അപ്പോൾ ചോക്കോസ് തീർന്നവരെ അതായിരുന്നു. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞപ്പോൾ കോൺഫ്ലെക്സിലേക്ക് കടന്നു. അപ്പോൾ യൂണിഫോമൊക്കെ ചില ദിവസങ്ങളിൽ തലേദിവസം ഞാൻ തേച്ചൊക്കെ വെക്കൂട്ടെ, ചില ദിവസങ്ങളിൽ രാവിലെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഇന്ന് PE ആയതുകൊണ്ട് തന്നെ ഹാറൂന് യൂണിഫോം തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരാളുടെ മതി. അപ്പോൾ അതൊക്കെ ഞാൻ അയൺ ചെയ്ത് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ റെഡിയായിട്ട് തന്നെ വരും കേട്ടോ. നേരത്തേക്കായും ഒരു 10 മിനിറ്റ് നേരത്തെയാണ് കേട്ടോ ഇപ്പോൾ വണ്ടി വരുന്നത്. ഹംദാനും 6:15 ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. 6:20 ഒക്കെ ആകുമ്പോൾ താഴെ വണ്ടി എത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ബസ് മിസ്സായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് ടാക്സിക്കാണ് കേട്ടോ ആളെ വിട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് നേരത്തെ തന്നെ റെഡിയായി ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഹാറൂൻ പെട്ടെന്ന് തന്നെ റെഡിയായിട്ടൊക്കെ വരും. ഹംദാൻ കുറച്ച് ലേറ്റാണ് കേട്ടോ, കുളിച്ചിറങ്ങാനും ടൈം എടുക്കും, ഡ്രസ്സ് ചെയ്ത് വരാനും ടൈം എടുക്കും. ആൾ കുറച്ചൊരു ലാഗിങ് ആണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഹംദാനേ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കണം, എന്നാലാണ് മൂപ്പര് കറക്റ്റ് സമയത്ത് ഇറങ്ങുള്ളൂ. അപ്പോൾ അവർക്ക് അങ്ങനെ ചോക്കോസും പാലൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. ഇനി രണ്ടുപേരും ഇറങ്ങിയതിന് ശേഷം വേണം ചായ വെക്കാനുണ്ട്. പിന്നെ കുഞ്ഞിനെ എണീപ്പിച്ച് റെഡിയാക്കി കുളിപ്പിച്ചൊക്കെ കൊണ്ടുപോവുകയും വേണം. അപ്പോൾ ഈ ഒരു 2 ടാസ്കും കൂടിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഹാസിമ് ഉറക്കത്തിൽ നിന്ന് എണീക്കാനോ അല്ലെങ്കിൽ റെഡിയാക്കാനോ ഒന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. ആൾ ഉറങ്ങുകയാണെങ്കിലും 2-3 തവണ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആൾ ചാടി എണീക്കും. അങ്ങനെ കരച്ചിലോ ഉറക്കം പോയതിൻ്റെ ദേഷ്യമോ വാശിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആൾക്കില്ല കേട്ടോ. 2-3 തവണ വിളിച്ചാൽ മതി. അപ്പോൾ വീഡിയോ എടുക്കണത് ഒരാൾക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഈ വീഡിയോ എടുക്കലേന്നും പറഞ്ഞ ഒരാൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്നെ. രാവിലെ കണ്ണ് തുറന്ന് വരാൻ മൂപ്പർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കൂടുതൽ സമയം ഉറക്കമായിരിക്കും. ബസ്സിൽ അങ്ങോട്ട് പോകുമ്പോഴും ഉറങ്ങും, ഇങ്ങോട്ട് വരുമ്പോഴും ഉറങ്ങും. ഫുൾ ടൈം ഉറക്കമാണ് കേട്ടോ ആൾ. നല്ല റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങുന്നത് വ്യാഴാഴ്ച രാത്രിയാണ് കേട്ടോ. വെള്ളിയാഴ്ച സ്കൂളോ മദ്രസയോ ഒന്നും ഇല്ലാത്ത ഒരു ദിവസമാണ് ഫുള്ള് ഉറങ്ങുക. അങ്ങനെ 2 പേരും ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ ഉടനെ ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആസിമിന് ഇതിൻ്റെ കൂടി പരിപാടി കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് കരുതിയിട്ടാണ്. ചായ കുറച്ച് കൂടുതലായിരുന്നു. ഇതിൽ ഈ ഒരു ഫ്ലാസ്കിൽ ഒഴിച്ചതിനേക്കാളും കുറച്ചും കൂടി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിക്കാനുള്ളൊരു ഫ്ലാസ്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ സമയപ്പോഴത്തേനും ചായ ചൂടൊക്കെ ആറി. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇത്രയും തന്നെ മതിയെന്ന് വിചാരിച്ചു. പക്ഷേ അത് കറക്റ്റായിരുന്നു കേട്ടോ, എല്ലാവർക്കും കുടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ചായ ഒഴിച്ച് വെച്ചതിന് ശേഷം ഉടനെ ഞാൻ ആസിമിനെ പോയി വിളിച്ചു, കുളിപ്പിച്ചു, റെഡിയാക്കി. അപ്പോൾ ഇത്രയും ഫുഡും കുഞ്ഞിൻ്റെ ട്രോളിയും കാര്യങ്ങളെല്ലാം കൂടി എനിക്ക് ഒരുമിച്ച് ഒരുമിച്ച് തന്നെയാണ് ഇട്ട് ഇറങ്ങിയത്. ഞാൻ ആദ്യം അവരോട് ഫുഡും കൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു നീ കൂടി റെഡി ആയിട്ട് വാ, വെയിറ്റ് ചെയ്യാം. എന്തായാലും 7:30 എന്നുള്ളത് ഒരു 8 o'clock ആവും. പാർട്ടിയും പരിപാടികളും മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ സുംബ കാര്യങ്ങളൊന്നും ഇന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ അവൾക്ക് സർപ്രൈസായിട്ട് നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അവളുടെ റൂമിലേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കണേ.
ഞങ്ങൾ ഭയങ്കര ലേറ്റായിട്ടാണ് കേട്ടോ എത്തിയത്. എല്ലാവരും റെഡി ആയിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം പോണ വഴിക്ക് ഹാസിമ് ഭയങ്കര കരച്ചിലായിരുന്നു. ഗ്രാൻഡി പോകണം, പിന്നെ അവന് അവിടുന്ന് കാറ് വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം, പിന്നെ പാർക്കിൽ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണക്കിനാണ് കേട്ടോ ഞങ്ങളിവിടെ എത്തിയത്. പിന്നെ ഞാനൊരു കാര്യം മറന്നു, ഈ മക്ലൂബ നമുക്ക് കമത്തി എടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു താളം വേണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത് പോയിട്ടാണ് റൂമിൽ. അപ്പോഴത്തേനും നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. 2 തവണ റൂമിൽ പോയി വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായിട്ടാണ്. അപ്പോഴത്തേനും ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്തു. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. വെയിൽ കൊണ്ടിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ചൂടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഓരോന്ന് എടുത്തു തുടങ്ങി. എല്ലാവരും മക്ലൂബൊക്കെ ടേസ്റ്റ് ചെയ്ത് എല്ലാവരും വന്ന അഭിപ്രായമൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കഴിച്ചു വിട്ടു. അൽഹംദുലില്ലാ അടിപൊളിയായിരുന്നു. കുറേ പേര് റെസിപ്പി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ ഞാൻ ഷബോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ ഉള്ള റെസിപ്പിയാണ് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യാറ്. ഞാനിപ്പോൾ ഒരു 10-15 തവണയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് എനിക്ക് ഒരുപാട് പ്രോസസ്സ് പോലെ തോന്നുമായിരുന്നു കേട്ടോ. വെജിറ്റബിൾ ആദ്യം ഫ്രൈ ചെയ്യണം, പിന്നെ ചിക്കൻ ആക്കണം, പിന്നെ റൈസ് ആക്കണം. ഇപ്പം എനിക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു പുഡിംഗ് ആണെന്നത് റവയുടെ കേസരിയാണ് കേട്ടോ. അതിൽ കളർ ആഡ് ചെയ്തേക്കണതാണ്. അപ്പോൾ ഞാൻ വാട്ടർ മെലൺ ആണെന്നൊരു നിമിഷം തെറ്റിദ്ധരിച്ചു. അങ്ങനെ തസീബാക്ക് സർപ്രൈസായിട്ട് ബർത്ത്ഡേ പാട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും വിഷ് ചെയ്തു, ഫുഡ് കഴിച്ചു. കഴിഞ്ഞ തവണത്തെ പോലെ ഡാൻസോ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പുറത്തെ സൈഡിൽ ബാഡ്മിൻ്റനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേഗം ഫുഡ് കഴിച്ച് ഇത്തവണ എന്താണെന്നറിയില്ല ആളും കുറവായിരുന്നു. പിന്നെ എല്ലാവരും ഉടനെ തന്നെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ തസീബാക്കുള്ള കേക്കും കാര്യങ്ങളൊക്കെ പുറത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്ന ഉടനെ സ്നേഹ ഞങ്ങളുടെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞു. പിന്നെ വീട്ടിൽ വന്ന് എന്തായാലും ലഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സമാധാനം. ഇനി കിച്ചണിലേക്ക് കയറാനൊന്നും വയ്യ. രാത്രിയും ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. അത്രയും പണിയായിരുന്നു കേട്ടോ. എല്ലാം കൂടി ചെയ്തിട്ടൊട്ടും വയ്യായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നെണീറ്റ് പിന്നെയും റെഡിയായി. അങ്ങനെ തസീബയുടെ വീട്ടിലേക്ക് പോയി. ആദ്യം സ്നേഹയുടെ വീട്ടിലിരുന്ന് നമ്മൾ ബലൂണും കാര്യങ്ങളൊക്കെ എടുത്ത് ചെറിയ രീതിയിൽ അവളൊന്ന് ഞെട്ടിച്ചു. അവളും ആക്ച്വലി കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അവൾക്ക് 2 ഗേൾസാണ്. 2 പേരും സ്കൂളിലൊക്കെ പോയേക്കാണ് കേട്ടോ. അങ്ങനെ ആൾ ഭയങ്കര സർപ്രൈസായി പോയി. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് ഞങ്ങളൊരു 1 മണി വരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും പെട്ടെന്ന് പോരണം, ടയേർഡാണെന്നൊക്കെ പറഞ്ഞാണ് ചെന്നത്. പക്ഷെ പെണ്ണുങ്ങൾ കൂടി അറിയാലോ, സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ഇരുന്ന് ഒരുപാട് സംസാരിച്ച് 1 മണി 1:30 ആയി കഴിഞ്ഞപ്പോഴാണ് വീട്ടിലേക്ക് വന്നത്. ഫുഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സമാധാനം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ മക്ലൂബ ഉണ്ടാക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ തരിക. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കേണ്ടതും കഴിക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നത് ഞാനായതുകൊണ്ട് തന്നെ ഞാൻ ഫ്രെയിമിൽ വന്നില്ല. സ്നേഹൻ്റെ വീഡിയോ എടുത്തെങ്കിലും അത് അവൾ വീഡിയോ ഓണാക്കാതെയാണ് എടുത്തതെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ഫോണിലെങ്ങും അത് കണ്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ചിപ്സും ചോക്ലേറ്റും ജ്യൂസും ഒക്കെ ഞങ്ങൾ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കത്തിയൊക്കെ അടിച്ച് അങ്ങനെ അവിടെ ഇരുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.